നിങ്ങൾക്ക് രാത്രി ഉറക്കം വരുന്നില്ലേ? നിങ്ങളും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണോ? ഉറക്കക്കുറവ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കും. എന്നാൽ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഉറക്കത്തെ ആഴമുള്ളതും ശാന്തവുമാക്കുന്ന, രാവിലെ ഉന്മേഷത്തോടെ ഉണരാൻ സഹായിക്കുന്ന ഒരു വഴി അറിഞ്ഞാലോ? ഗൗതമബുദ്ധൻ തന്റെ സാധനയിലൂടെയും പഠിപ്പിക്കലുകളിലൂടെയും അത്തരം വിദ്യകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇത് മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുകയും ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ബുദ്ധന്റെ ശ്വാസധ്യാനം എന്ന വിദ്യയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ബുദ്ധൻ പറഞ്ഞ ലളിതമായ വഴികൾ എങ്ങനെ ഉറക്കമില്ലായ്മയിൽ ഇൻസോംനിയ നിന്ന് മോചനം നൽകുമെന്ന് നമുക്ക് നോക്കാം. ഈ കഥ ഉറക്കത്തിന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അവസാനം വരെ കാണുക. ബുദ്ധന്റെ അമൂല്യമായ ഉപദേശങ്ങളോടെ നമുക്ക് തുടങ്ങാം. ഗൗതമബുദ്ധൻ പറഞ്ഞു, മനസ്സിനെ ശാന്തമാക്കുന്നതും ശരീരത്തിന് വിശ്രമം നൽകുന്നതും ഒരു കലയാണ്. ഈ സന്തുലിതാവസ്ഥ വരുമ്പോൾ മനുഷ്യന് നല്ല ഉറക്കം ലഭിക്കുന്നു. ബുദ്ധൻ നിർദ്ദേശിച്ച വഴികൾ ഇവയാണ്. ദിവസത്തെ ആശങ്കകൾ ഉപേക്ഷിക്കുക. ഉറങ്ങുന്നതിനു മുൻപ് 10 മിനിറ്റ് ധ്യാനം ചെയ്യുക. മനസ്സ് ശാന്തമാകുമ്പോൾ ഉറക്കം തനിയെ വരും. ചിട്ടയായ ജീവിതശൈലി. ലഘുവായ ഭക്ഷണം കഴിക്കുക. സ്ക്രീൻ ടൈം, മൊബൈൽ, OTV ഒഴിവാക്കുക. 10 മുതൽ 15 വരെ മിനിറ്റ് പ്രാണായാമം ചെയ്യുക. ശാരീരികവും മാനസികവുമായ ശുദ്ധി. ഉറങ്ങുന്നതിനു മുൻപ് ചെറുചൂടുവെള്ളത്തിൽ കുളിക്കുക. ലാവൻഡർ ഓയിലോ ചന്ദനത്തിന്റെ ഗന്ധമോ ഉപയോഗിക്കാം. ശ്വാസോച്ഛ്വാസം. ആഴത്തിൽ ശ്വാസമെടുക്കുകയും പതുക്കെ വിടുകയും ചെയ്യുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകളുടെ നിയന്ത്രണം. ഉറങ്ങുന്നതിനു മുൻപ് പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരിക. ഉറക്കപ്രശ്നം ശാരീരികം മാത്രമല്ല, മാനസികവുമാണ്. ബുദ്ധന്റെ വിദ്യകൾ ഗാഢനിദ്ര മാത്രമല്ല, ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും നൽകും. ഉറക്കത്തിനായുള്ള ബുദ്ധന്റെ രീതി: ധ്യാനവും ആഹാരവും. ഗൗതമബുദ്ധൻ പറഞ്ഞു, മനുഷ്യന്റെ ആഹാരവും ജീവിതശൈലിയും ഉറക്കത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഉറക്കത്തിന്റെ ഗുണനിലവാരം നമ്മുടെ മാനസിക സമാധാനത്തെ മാത്രമല്ല, ശരീരത്തിന് ലഭിക്കുന്ന പോഷകങ്ങളെയും ദിവസത്തെ ശീലങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ആഹാരവും ഉറക്കവും. ലഘുവായതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണം കഴിക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുക. രാത്രി എണ്ണയും മസാലയും കുറയ്ക്കുക. സന്തുലിതമായ ആഹാരം മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കും. ബുദ്ധൻ പറഞ്ഞു, ശരീരത്തെ ശുദ്ധമായി വയ്ക്കുന്നതാണ് മനസ്സിനെ ശാന്തമാക്കുന്നത്. ഉറങ്ങുന്നതിനു മുൻപ് 5 മിനിറ്റ് ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസം എണ്ണുക. ഇത് മനസ്സിനെ ശാന്തമാക്കും. ആനാപാനസതി ധ്യാനം. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 10 മിനിറ്റ് ഇത് ചെയ്യുക. ചിട്ടകൾ. ഉറങ്ങാൻ ഒരു സമയം നിശ്ചയിക്കുക. ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഫോൺ മാറ്റിവയ്ക്കുക. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഇളം ചൂടുള്ള പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കാം. ഒരു നല്ല ചിന്തയോടെ ദിവസം അവസാനിപ്പിക്കുക. ഉറക്കവും മനസ്സിന്റെ സമാധാനവും. ബുദ്ധന്റെ ഉപദേശങ്ങൾ. ബുദ്ധൻ പറഞ്ഞു, ഉറങ്ങുന്നതിനു മുൻപ് മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സ് അശാന്തമാണെങ്കിൽ ശരീരത്തിന് വിശ്രമിക്കാൻ കഴിയില്ല. ഒരു ദിവസം ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുദേവാ, മനസ്സിൽ പല ചിന്തകൾ വരുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതിനെന്താണ് വഴി? ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉറങ്ങുന്നതിനു മുൻപ് നിന്റെ ആത്മാവിനെ ശൂന്യമാക്കുക. ഓരോ ചിന്തയെയും ഒരു നദി പോലെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക. നദി ശാന്തമാകുമ്പോൾ നിന്റെ മനസ്സും നിശ്ചലമാകും. രാത്രിയിലെ ആചാരം. മനസ്സ് വൃത്തിയാക്കാൻ ചെറിയ പ്രാർത്ഥന. ബുദ്ധൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ഉറങ്ങുന്നതിനു മുൻപ് അല്പനേരം പ്രാർത്ഥിക്കുക. ഇന്നത്തെ നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളെയും സമർപ്പിക്കുക. ഇന്ന് സംഭവിച്ചതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, എന്നോടും മറ്റുള്ളവരോടും ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുക. ബാലാസനം. ശരീരത്തെ ശാന്തമാക്കാൻ. ശരീരത്തിന് വിശ്രമം നൽകുന്നത് മനസ്സിന്റെ സമാധാനം പോലെ തന്നെ പ്രധാനമാണ്. ക്ഷീണിച്ച ശരീരം ഉണർന്നിരിക്കുന്ന മനസ്സിനെയും അസ്വസ്ഥമാക്കും. ഉണരേണ്ട ശരിയായ രീതി. ഉറക്കത്തെ ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കമായാണ് ബുദ്ധൻ കണ്ടത്. ഉണരുമ്പോൾ അല്പനേരം കണ്ണുകൾ അടച്ചിരിക്കുക. സൂര്യപ്രകാശം അനുഭവിക്കുക. അത് പുതിയ ഊർജ്ജം നൽകും. രാവിലെ ധ്യാനത്തോടെ ദിവസം തുടങ്ങുക. നന്ദിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സോടെ ധ്യാനിക്കുക. ഉറക്കവും മനസ്സിന്റെ സമാധാനവും. കഥ തുടരുന്നു. ഒരിക്കൽ ഒരു യുവശിഷ്യൻ ബുദ്ധന്റെ അടുത്തു വന്നു. അവന്റെ കണ്ണുകളിൽ ക്ഷീണവും മനസ്സിൽ അശാന്തിയുമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഗുരുദേവാ, എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി മുഴുവൻ ചിന്തകൾ എന്നെ വേട്ടയാടുന്നു. ഗാഢവും സുഖകരവുമായ ഉറക്കം കിട്ടാൻ ഒരു വഴി പറഞ്ഞുതരുമോ? ബുദ്ധൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ പറഞ്ഞു, ഉറക്കം എന്നത് ശരീരത്തിന് വിശ്രമം നൽകാൻ മാത്രമല്ല, ആത്മാവിനും മനസ്സിനും സമാധാനം നൽകാനുള്ള മാർഗമാണ്. പകൽ മുഴുവനുള്ള ചിന്തകളുടെ ഭാരം മനസ്സിലുണ്ടെങ്കിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങുന്നതിനു മുൻപ് മനസ്സിനെയും ആത്മാവിനെയും ഭാരം കുറഞ്ഞതാക്കണം. ബുദ്ധൻ അവനോട് ചില എളുപ്പവഴികൾ പറഞ്ഞു. 1. പ്രാർത്ഥനയും ക്ഷമയും. പകൽ നടന്നതെല്ലാം അംഗീകരിക്കുക. ആരെങ്കിലും നിന്നോട് തെറ്റ് ചെയ്തെങ്കിൽ അവരോട് ക്ഷമിക്കുക. ഇത് മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കും. സ്വയം ക്ഷമിക്കാനും പഠിക്കുക. കുറ്റബോധം മനസ്സിനെ അശാന്തമാക്കും. 2.
കൈകാലുകൾ കഴുകുക. വെള്ളം എല്ലാത്തിനെയും കഴുകി വൃത്തിയാക്കുന്നതുപോലെ ദിവസത്തെ ക്ഷീണം കഴുകിക്കളയുക. ഉറങ്ങുന്നതിനു മുൻപ് കൈകാലുകൾ കഴുകുന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന്റെ പ്രതീകമാണ്. 3. ശ്വാസവും ധ്യാനവും. ആഴത്തിൽ ശ്വാസമെടുക്കുക. ഓരോ ശ്വാസം വിടുമ്പോഴും സമ്മർദ്ദവും ആശങ്കകളും പുറത്തേക്ക് കളയുക. ധ്യാനിക്കുക, എന്നാൽ ചിന്തകളോട് യുദ്ധം ചെയ്യരുത്. നദിയിലെ വെള്ളം പോലെ അവ ഒഴുകിപ്പോകട്ടെ. 4. ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ. ക്ഷീണിച്ച ശരീരത്തിൽ നല്ല ഉറക്കം കിട്ടില്ല. ശരീരത്തിന് വിശ്രമം നൽകുക. ലഘുവായ യോഗയോ സ്ട്രെച്ചിങ്ങോ ചെയ്യുക. 5. ഉറങ്ങുന്ന സ്ഥലം. വൃത്തിയുള്ളതും സുഖകരവുമായ കിടക്ക അത്യാവശ്യമാണ്. 6. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വയം നന്ദി പറയുക. സൂര്യന്റെ ആദ്യ കിരണങ്ങളെ ഊർജ്ജമായി സ്വീകരിക്കുക. രാവിലത്തെ ധ്യാനം ദിവസത്തിന്റെ ഗതി നിർണയിക്കും. ശിഷ്യൻ ബുദ്ധന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവന്റെ ഉറക്കം ശാന്തവും ഗാഢവുമായി. എന്നാൽ അവൻ വീണ്ടും ബുദ്ധന്റെ അടുത്തു വന്നു. ഗുരുദേവ, എനിക്ക് സമാധാനം തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും പൂർണ്ണമായ ഉറക്കം കിട്ടുന്നില്ലെന്നു തോന്നുന്നു. ബുദ്ധൻ പറഞ്ഞു, സമാധാനവും ഗാഠനിദ്രയും ലഭിക്കാൻ പുറമേയുള്ള ശീലങ്ങൾ മാത്രം പോരാ, നിന്റെ ഉള്ളിലെ സ്വഭാവവും മാറണം. ബുദ്ധൻ തുടർന്നു, നീ പകൽ മുഴുവൻ സമ്മർദ്ദത്തിലാണെങ്കിൽ രാത്രി മനസ്സ് അശാന്തമായിരിക്കും. പകൽ നീ ജോലികൾ സന്തോഷത്തോടെയും സന്തുലിതമായും ചെയ്താൽ നിനക്ക് നല്ല ഉറക്കം കിട്ടും. ജോലികൾക്കിടയിൽ ചെറിയ വിശ്രമമെടുക്കുക. കുറച്ചു സമയം നിനക്കായി മാറ്റിവെക്കുക. ബുദ്ധൻ ശിഷ്യന് ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞുകൊടുത്തു. ശ്വാസമാണ് നിന്റെ ജീവന്റെ കേന്ദ്രം. മനസ്സ് അശാന്തമാകുമ്പോൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അത് ചിന്തകളെ ശാന്തമാക്കും. ഒരു ലളിതമായ അഭ്യാസം. ശാന്തമായ സ്ഥലത്തിരുന്ന് കണ്ണുകൾ അടച്ച് ശ്വാസം അനുഭവിക്കുക. ആഴത്തിൽ ശ്വാസമെടുത്ത് പതുക്കെ വിടുക. വികാരങ്ങളെ മനസ്സിലാക്കുക. ഇമോഷണൽ അവെയർനെസ്. ശിഷ്യൻ ബുദ്ധന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചെങ്കിലും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. അവന്റെ മുഖത്ത് പുതിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഗുരുദേവ, ഞാനെല്ലാം ചെയ്തു. ശ്വാസത്തിൽ ശ്രദ്ധിച്ചു, പ്രകൃതിയോട് ചേർന്നു നിന്നു. പക്ഷേ എന്റെ ഉറക്കം പൂർണ്ണമാകുന്നില്ല. ഉള്ളിലെന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. ബുദ്ധൻ പുഞ്ചിരിച്ചു. സമാധാനപരമായ ഉറക്കം ശാരീരികമായ പ്രവൃത്തികൾ കൊണ്ട് മാത്രമല്ല, മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നാണ് വരുന്നത്. നിന്റെ ചിന്തകൾക്ക് പിന്നിലുള്ള വികാരങ്ങളെ നീ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശിഷ്യൻ ചോദിച്ചു. വികാരങ്ങളോ? ബുദ്ധൻ പറഞ്ഞു, ചിന്തകളുണ്ടാകുന്നത് വികാരങ്ങളിൽ നിന്നാണ്. ഉള്ളിൽ എന്തെങ്കിലും വികാരം ഒളിഞ്ഞുകിടപ്പുണ്ടെങ്കിൽ അത് മനസ്സിനെ അശാന്തമാക്കും. അത് മാറുന്നതുവരെ ഉറക്കം ശരിയാകില്ല. ദിവസത്തിന്റെ അവസാനം ഏകാന്തമായി ഇരുന്ന് മനസ്സിനെ കേൾക്കുക. ദേഷ്യം, ദുഃഖം, ഭയം, സ്നേഹം എന്നിങ്ങനെ എന്ത് വികാരമാണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് പേര് നൽകുക. അതിനോട് യുദ്ധം ചെയ്യരുത്, അതിനെ അനുഭവിക്കുക. ശിഷ്യൻ അത് ചെയ്തു തുടങ്ങി. അവന് മനസ്സിലായി, തന്റെ ഉള്ളിൽ ആഴത്തിലുള്ള ദുഃഖവും ഏകാന്തതയുമുണ്ടെന്നു. അവനതിനെ അംഗീകരിച്ചു. പഴയകാലത്തെ തെറ്റുകളെക്കുറിച്ച് അവന് കുറ്റബോധമുണ്ടായിരുന്നു. അവൻ ബുദ്ധന്റെ അടുത്തുപോയി. ഗുരുദേവ, ഞാൻ എന്റെ തെറ്റുകളുടെ ഭാരം ചുമക്കുകയായിരുന്നു. ബുദ്ധൻ പറഞ്ഞു, അതെ, പഴയകാലത്തെ നീ ക്ഷമിക്കുന്നതുവരെ മനസ്സ് ശാന്തമാകില്ല. തെറ്റുകളെ അംഗീകരിക്കുക, അതിൽ നിന്ന് പഠിക്കുക, എന്നിട്ട് അതിനെ പോകാൻ അനുവദിക്കുക. ലെറ്റ് ഗോ. ഭൂതകാലത്തിന് നിന്നെ കെട്ടിയിടാൻ കഴിയില്ല, നീ അതിന് അവസരം കൊടുക്കാത്തിടത്തോളം. ശിഷ്യൻ കണ്ണുകളടച്ച് മനസ്സുകൊണ്ട് തന്റെ ഭൂതകാലത്തോട് ക്ഷമിച്ചു. ഞാൻ എന്റെ തെറ്റുകൾ അംഗീകരിക്കുന്നു, അതിൽ നിന്ന് പഠിക്കുന്നു, അവയെ വിട്ടുകളയുന്നു. അന്ന് രാത്രി ശിഷ്യൻ ആദ്യമായി ഗാഢവും സുഖകരവുമായ ഉറക്കം ലഭിച്ചു. പിറ്റേന്ന് അവൻ ബുദ്ധനോട് പറഞ്ഞു, ഗുരുദേവ, എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, യഥാർത്ഥ ഉറക്കം ഉള്ളിലെ അശാന്തിയെ മായ്ച്ചുകൊണ്ടുവരുന്നതാണ്. മനസ്സിനെ സ്ഥിരവും ശാന്തവുമായി വെക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. സമാധാനം നിലനിർത്താൻ. ശിഷ്യൻ ചോദിച്ചു, ഈ സമാധാനം എപ്പോഴും നിലനിൽക്കുമോ? ബുദ്ധൻ പറഞ്ഞു, സമാധാനം ഒരു സ്ഥിരമായ അവസ്ഥയല്ല, അതൊരു പ്രക്രിയയാണ്, പ്രോസസ്. നീ ജാഗ്രതയോടെ ഇരിക്കുന്നിടത്തോളം സമാധാനം കൂടെയുണ്ടാകും. ജാഗ്രത നഷ്ടപ്പെട്ടാൽ സമാധാനം പോകും. കർഷകൻ കൃഷിയെ പരിപാലിക്കുന്നതുപോലെ നീ ദിവസവും മനസ്സിനെ പരിപാലിക്കണം. ഇതൊരു ഭാരമായി കാണരുത്, ആനന്ദകരമായ പ്രക്രിയയായി കാണുക. ബുദ്ധൻ ഒരു ധ്യാനരീതി കൂടി പഠിപ്പിച്ചു. ശ്വാസത്തോടുള്ള സംഭാഷണം. ഓരോ ശ്വാസവും ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതായി കരുതുക. ചിന്തകളിലോ വികാരങ്ങളിലോ കുടുങ്ങിക്കിടക്കരുത്, അവയെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക. ഉള്ളിലെ ശാന്തമായ ഒരിടം കണ്ടെത്തുക. അവിടെ ഭയമോ ദേഷ്യമോ ദുഃഖമോ ഇല്ല. ശിഷ്യൻ ഇത് ജീവിതത്തിൽ പകർത്തി. പ്രയാസകരമായ ഘട്ടങ്ങളിൽ അവന്റെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകാൻ തുടങ്ങി. ഒരിക്കൽ ഗ്രാമത്തിൽ വലിയ തർക്കമുണ്ടായി. ശിഷ്യൻ അവിടെ ചെന്ന് തന്റെ ശാന്തമായ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും ശാന്തരാക്കി. ആളുകൾ ചോദിച്ചു, നിനക്ക് ഈ ശക്തി എവിടെ നിന്ന് കിട്ടി? അവൻ പറഞ്ഞു, ഇത് മാജിക്കല്ല, ഇത് ബുദ്ധന്റെ ഉപദേശവും ധ്യാനവുമാണ്. മനസ്സ് ശാന്തമായാൽ ചുറ്റുമുള്ളവരിലേക്കും അത് പടരും. ഇതറിഞ്ഞ ബുദ്ധൻ പറഞ്ഞു, ഇപ്പോൾ നീ യഥാർത്ഥ ധ്യാനം പഠിച്ചിരിക്കുന്നു. ധ്യാനം സ്വന്തം സമാധാനത്തിന് മാത്രമല്ല, ലോകത്ത് സമാധാനം പരത്താനുള്ള മാർഗം കൂടിയാണ്. ശിഷ്യൻ ചോദിച്ചു, ഈ അഭ്യാസം എനിക്ക് എപ്പോഴെങ്കിലും നിർത്താൻ കഴിയുമോ? ബുദ്ധൻ പറഞ്ഞു, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ ഈ മാറ്റങ്ങൾക്കിടയിൽ ഉള്ളിടത്തോളം നിനക്ക് അഭ്യാസം ആവശ്യമാണ്. ഇത് നിന്നെ സ്ഥിരതയോടെ നിലനിർത്തും. ശിഷ്യൻ അത് തുടർന്നു.
അവന്റെ സമാധാനം ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു. അവന്റെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ചിന്തകൾ വന്നു. ഒരിക്കൽ ഗ്രാമത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വന്നു. വീടുകൾ തകർന്നു. ഗ്രാമവാസികൾ ഭയന്നു. അപ്പോൾ ശിഷ്യൻ തന്റെ ശാന്തതയും ജാഗ്രതയും ഉപയോഗിച്ചു. അവൻ എല്ലാവരെയും ശാന്തരാക്കി. നമ്മൾ ഒരുമിച്ചിതിനെ നേരിടണം. ഉള്ളിൽ ശാന്തരായിരുന്നാൽ ഒരു പ്രതിസന്ധിക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല. അവന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു. ഗ്രാമവാസികൾ ഭയം ഉപേക്ഷിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. വീടുകൾ നന്നാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രാമം പഴയതുപോലെയായി. ഭയത്തിനു പകരം സമാധാനവും സഹകരണവും വന്നു. ശിഷ്യൻ ബുദ്ധന്റെ അടുത്ത് തിരിച്ചെത്തി. ബുദ്ധൻ അവനെ അനുഗ്രഹിച്ചു. നീ നിന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നീ ഇപ്പോൾ യഥാർത്ഥത്തിലൊരു ബുദ്ധനാണ്. കാരണം നീ സ്വയം മാറുക മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു. ബുദ്ധൻ പറഞ്ഞു, ആത്മാവിന്റെ സമാധാനമാണ് ഏറ്റവും വലിയ സമ്മാനം. അത് പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിലെ ജാഗ്രതയിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥ സമാധാനം സുഖമുള്ളപ്പോൾ മാത്രമല്ല, കഷ്ടപ്പാടുകൾ വരുമ്പോഴും നിലനിൽക്കുന്നതാണ്. സമാധാനത്തെ പുറത്തെ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കരുത്. അത് നിന്റെ ഉള്ളിലെ ഉറവിടവുമായി ബന്ധിപ്പിക്കുക. ശാന്തി എന്നത് ഒരു യാത്രയാണ്. അതിൽ നമ്മൾ നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും നിരന്തരം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് സ്ഥിരതയും സംതൃപ്തിയും നൽകും. വിജയിക്കുമ്പോൾ മാത്രമല്ല, വെല്ലുവിളികൾ വരുമ്പോഴും നമ്മളെ ശക്തമായി നിലനിർത്തുന്നത് ഈ സമാധാനമാണ്. ബുദ്ധൻ പറഞ്ഞു, സമാധാനം വ്യക്തിപരം മാത്രമല്ല, അത് സമൂഹത്തിനും ലോകത്തിനും വേണ്ടിയുള്ളതാണ്. നമ്മൾ ഉള്ളിൽ സമാധാനം അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും എത്തുന്നു. നമ്മൾ ഒന്നിച്ച് സമാധാനം പരത്തുമ്പോൾ ലോകത്ത് യഥാർത്ഥ സമാധാനമുണ്ടാകുന്നു. ശിഷ്യൻ ബുദ്ധന്റെ ഉപദേശം സ്വീകരിച്ച് മറ്റ് ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും യാത്രയായി. സമാധാനം നേടാൻ മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് നൽകാനും കൂടിയാണ്. നമ്മൾ പരസ്പരം സഹായിക്കണം എന്ന് അവൻ ജനങ്ങളോട് പറഞ്ഞു. അവൻ ചെല്ലുന്നിടത്തെല്ലാം മാറ്റങ്ങൾ വന്നു. ആളുകൾ കൂടുതൽ ശാന്തരും വിവേകികളുമായി. ഒരു ഗ്രാമത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബവഴക്കുകളും കാരണം ആളുകൾ അസ്വസ്ഥരായിരുന്നു. ശിഷ്യൻ അവരോട് പറഞ്ഞു, സമാധാനം പുറത്തല്ല, ഉള്ളിലാണ്. അവൻ അവർക്ക് ധ്യാനിക്കാൻ പഠിപ്പിച്ചു. പതുക്കെ ആ ഗ്രാമത്തിലെ അന്തരീക്ഷം മാറി. ആളുകൾ സമാധാനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങി. ബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു, നീ സമാധാനത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി. ഈ പാത ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ വെല്ലുവിളിയാണ്. നിന്റെ കർമ്മവും കാഴ്ചപ്പാടുമാണ് സമാധാനത്തിന്റെ യഥാർത്ഥ രൂപം. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനം എന്നത് നിരന്തരമായൊരു പ്രക്രിയയാണ് എന്നാണ്. അത് നമ്മുടെ ആന്തരിക ശക്തിയിൽ നിന്നും ജാഗ്രതയിൽ നിന്നുമാണ് വരുന്നത്. നമ്മൾ സ്വയം മാറുമ്പോൾ ചുറ്റുമുള്ള ലോകവും മാറുന്നു. ബുദ്ധന്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മാത്രമല്ല, സമൂഹത്തിനാകെ സമാധാനം നൽകാൻ കഴിയും. നിങ്ങൾ ഈ യാത്രയിൽ പങ്കുചേർന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും എണ്ണമറ്റ മാറ്റങ്ങളുണ്ടാകും. സ്നേഹത്തോടും കരുണയോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.